സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമുക്ക് ഗീതം കല്യാണി രാഗത്തിലെ ഗീതം എടുക്കാം. കമല ജാതള വിമല സുനയന. കല്യാണി രാഗം 65-ാം മേളകർത്താ രാഗമാണ്. കല്യാണി 65-ാം മേളകർത്താ രാഗമാണ്. ഇതിന്റെ ശരിയായ പേര് മേജ കല്യാണി എന്നാണ്. ഒരു പ്രതിമധ്യമ രാഗം കൂടിയാണ്. പ്രതിമധ്യമ രാഗം എന്ന് പറഞ്ഞാല് ശങ്കരാഭരണം രാഗം, ഇതിൽ ശുദ്ധ മദ്യമാണുള്ളത്. ഈ ശങ്കരാഭരണ രാഗത്തിൽ നിന്ന് ശുദ്ധമദ്യമാകുമ്പം അത് പ്രതിമധ്യമം വായിച്ചാൽ കല്യാണി കിട്ടി. എന്നാൽ കല്യാണി വായിക്കുന്ന ഒരാൾക്ക് ഒരു ശുദ്ധമധ്യമം വായിച്ചാൽ ശങ്കരാഭരണമായി. അപ്പം ശങ്കരാഭരണത്തിന്റെ പ്രതിമധ്യമമാണ് കല്യാണി. കല്യാണിയുടെ ശുദ്ധ മധ്യമ വായിച്ചാൽ ശങ്കരാഭരണം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ആരോഹണം അവരോഹണം നോക്കാം. 7 ശ്രുതിയിലാണ് ഇത് പാടുന്നത്. പ്ലെയിൻ ആണ്. പഠിക്കാനായിട്ട് പ്ലെയിന്. പിന്നെ നിങ്ങൾക്ക് ഞാൻ സംഗതികളൊക്കെ വെച്ച് ചെയ്തു തരും. ഗീതം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സാ 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 നി ധ നി സാ കാമല ജാതള. പ്ലെയിൻ ആട്ടോ വേണ്ടത്. ഞാൻ കുറച്ചൊന്ന് സംഗതി വെച്ച് പോയി. സാ 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 നി ധ നി സാ കാമല ജാതള. ഇവിടെ ഭയങ്കര ചൂടാ. സാ 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 നി ധ നി സാ കാമല ജാതള. പോരെ. നീ ദ പ ധ പ മ പ നീ ധ പ ധ പ മ പ വിമല സുനയന വിമല സുനയന. കുറച്ച് വേണോ? സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണോ? നീ ധ പ വിമല വിമല നീ ധ പ വിമല ധ പ മ പ സുനയന ധ പ മ പ സുനയന. ഗ മ പ പ ധ ധ നി കരിവ രദ കരു. കുറച്ചാക്കി സെപ്പറേറ്റ് ചെയ്യാം. ഗ മ പ കരിവ 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 ഗ മ പ കരിവ രദ കരു പദ ധ നി രദ കരു രദ കരു കരിവ രദ കരു ഗ മ പ പ ധ ധ നി കരിവ രദ കരു രദ കരു പദ ധ നി രദ കരു നാമ്പു. സ്വരം ധ പ മ നാമ്പു ധേ പാഗരി സ ധേ പാഗരി സ ധേ
പഗരി സ ധേ ഗമ പ പ ധ ധനി കരി വരദ കരു നാമ്പു ധേ ധ പ മ പഗരി സ നാമ്പു ധേ ധ പ മ പഗരി സ നാമ്പു ധേ നാമ്പു ധേ. അടുത്തത് സ നി ധ ഗരി ഗ കരുണ ജലധേ കരുണ ജലധേ കരുണ ജലധേ സാനിധ കരുണ സാനിധ കരുണ സാനിധ സനിധ കരുണ കീഴ്സ്ഥായിയാണ് ചോട്ട് കുത്തിടുക. ഗരി ഗ ജലധേ ഗരി ഗ ജലധേ മ പ മ ഗരി സ കമല മ പ മ ഗരി സ കമലാം മ പ മ പ മ ഗരി സ കമല. താളം ത്രിപുടിയാണ്, മറന്നു പോകും. പിന്നെ താളം ത്രിപുട തിശ്ര ജാതി ആട്ടോ. താളം ത്രിപുട തിശ്ര ജാതി. മ പ മ ഗരി സ കമല മ പ കമല മ ഗരി സ ല. മൂന്നും നാലും ആയിട്ട് പോവാണിത്. മ പ മ ഗരി സ കമല സ നി സ ക ധ. പ്ലെയിൻ പാടണമെങ്കിൽ അത് പഠിക്കുന്നവർ തെറ്റിക്കും. അതാണ് അവിടെ കുറച്ച് ഞാൻ സ്ട്രെച്ച് ചെയ്ത് പാടിയത്, ഒരു മൂന്നി പാടിയത്. മൂന്നെണ്ണം തക്കീട്ട തക ധീമി. എങ്ങനെ താളം വരാം? 1 2 3 1 2 3 4 1 2 3 1 2 3 4 ഇങ്ങനെ വരിക. ക മ ല ജ ആ ദ ള വിമല സുനയന. അങ്ങനെ പോട്ടോ. ഓരോരോ വേർഡ്സിനും ഓരോരോ കൈ താളം പോകും. അപ്പം മ പ മ ഗരി സ രി സ നി സ ക മ ല ക ന കുറച്ച് മനസ്സിലാവുന്ന രീതിയിൽ പാടി തരിക. ഇത്തിരി ഭംഗി കുറഞ്ഞാലും അടുത്ത സംഗതി പാടുമ്പോൾ ഞാൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് നല്ല ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഭംഗിയായിട്ട് പാടണം. നമുക്ക് നിങ്ങൾ പഠിക്കല്ലേ, അപ്പൊ ഇങ്ങനെ തന്നെ വേണം പ്ലെയിങ്. അടുത്തത് ഗ മ പ മ പ ധ പ കേ ശി നര ഗ ഗ മ പ മ പ ധ പ കേ ശി നര ഗ കേശി നരക കേശി ഗ മ പ കേശി ഗ മ പ കേശി നരക മ പ
ധ പ നരഗ മാ പ ധ പ നരഗ നി ധ പ ധ പ മാ പ സുരവി ഭേദന സുരവി ഭേദന സുരവി ഭേദന നി ധ പ ധ പ മാ പ സുരവി ഭേദന നി ധ പ ധ പ മാ പ സുരവി ഭേദന. ഓക്കെ. വരദ വേല ഗമ പ പ ധ ധ നി വരദ വേല ഗമ പ വരദ ഗമ പ വരദ വേല. അതിന് സ്വരം പ ധ ധ നി വേല പ ധ ധ നി വേല ഗമ പ പ ധ ധ നി വരദ വേല ധ പ മ ധ പ മ പ ഗ രി സ പുരസുരോത്തമ 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 ധ പ മ പുരസു ധ പ മ പുരസു ധ പ മ പുരസു പ ഗ രി സ രോത്തമ പ ഗ രി സ രോത്തമ പ ഗ രി സ രോത്തമ. മനസ്സിലായോ? പ ഗ രി സ രോത്തമ സ നി ധ സ നി ധ ഗ രി ഗ കുസുമ ശരദേ കുസുമ ശരദേ കുസുമ ശരദേ കുസുമ ശരദേ സ നി ധ ഗ രി ഗ കുസുമ ശരദേ സ നി ധ ഗ രി ഗ കുസുമ ശരദേ മ പ മ ഗ രി സ കമല. ഇതൊക്കെ പാടി തന്നെയാ. മ പ മ ഗ രി സ കമല ക ന രി സ നി സ ക ന രി സ നി സ ക ന. ഇത്രയും നന്നായിട്ട് പഠിക്കുക. വേറെ ഒന്നും നോക്കണ്ട. ഞാൻ പറയുന്നത് എപ്പോഴും നല്ല മനസ്സ് വെച്ച് ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയും. അത്രയും നന്നായി പഠിക്കുക. കഴിവില്ലാത്തവരും എല്ലാവർക്കും നിങ്ങൾക്കത് ഒന്നാമത് നിങ്ങളെ കുടുംബത്തിലൊക്കെ നമ്മുടെ കുടുംബത്തിലൊക്കെ കഴിവില്ലാത്തവരും സമൂഹത്തിലൊക്കെ എന്തൊക്കെയോ ആളുകൾ നമ്മൾ പരിചയമുള്ളവരുണ്ട്. അവർക്കൊക്കെ ഇത് അയച്ചു കൊടുക്കുക. അവർ പഠിക്കട്ടെ. അത്രയും ഇതിലാണ് വൃത്തിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പഠിച്ചോട്ടെ. അപ്പൊ അങ്ങനെയും ചെയ്യാം. അല്ലാത്തവർ നേരിട്ട് കണ്ടവർക്കും പറഞ്ഞ് പഠിപ്പിക്കുക. ഇത് നല്ല എല്ലാം ഗീതങ്ങളും പാട്ടും എല്ലാം ചെയ്യാൻ പറ്റും. ഹിന്ദുസ്ഥാനി കെട്ടിരുന്നുണ്ട്. നേരില്ലായിട്ടാണ് ജീവിക്കാൻ വേണ്ട. എനിക്ക് ക്ലാസ്സിന് പോകാൻ വേണം. ഓൺലൈനിലും ഓഫ്ലൈനിലും ഈ ചാനലും ഒക്കെ ചെയ്യണ്ടേ. അപ്പൊ ഒരു നേരം വേണ്ട എല്ലാത്തിനും. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ വൈകി പോകുന്നത്. അപ്പൊ നമ്മള് പിന്നെ ഹിന്ദുസ്ഥാനി ഇടണം, ഫിലിം സോങ് ഇടണം, കർണാട്ടിക് ഇടണം, ഹാർമോണി ഇടണം, ഭജന ഇടണമെന്നുണ്ട് വിചാരം. ഭജന ഇടാനൊന്നും കഴിയുന്നില്ല. ഭജന എന്തൊക്കെയോ സംഗതികൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. യോഗേന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുതരാൻ നിങ്ങൾക്ക് ശബ്ദത്തിന് വേണ്ടി യോഗേന്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ ഇടയ്ക്ക് ചെറിയൊരു പാട്ട് വരുമ്പോൾ ഞാൻ അതിന് അല്ല ഇതിനായിട്ടൊരു എപ്പിസോഡ് ഞാൻ യോഗേന്റെ ഇട്ട് തരുന്നുണ്ട് നിങ്ങൾക്ക്. ശബ്ദം നേരാവാനും മറ്റു പ്രയാസങ്ങളൊക്കെ ഉള്ളതിനൊക്കെ നല്ല ബ്രീത്ത് കിട്ടാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് യോഗ കൂടെ. കുറച്ച് പോയി ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങൾക്കും വേണ്ടിയിട്ടുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇത്രയും നിൽക്കട്ടെ. നന്നായി പഠിക്കും. എല്ലാവർക്കും സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ശരി.